ഹലോ ഫ്രണ്ട്സ്, ലുജീസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. എൻ്റെ പുതിയ വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ കാണാം. ഇതത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല എൻ്റെ അമ്മേ. പിന്നെ ഈ പുൽക്കൂട് ഉണ്ടാക്കല് ഇത്ര വലിയ മല മറിക്കണ പണിയല്ലേ? അമ്മ അടുക്കളയിൽ പണി നോക്കിയാൽ മതിട്ടാ. ഇത് ഞങ്ങൾ തീർത്തുകൊണ്ട് അല്ലേ അമ്മമ്മേ? അത് തന്നെ മോളെ, സന്തോഷം. തീർത്താ മതി. നിന്നോട് ഇത് നേരത്തെ ഇടാൻ പറഞ്ഞതല്ലേ? ക്രിസ്തുമസ് കഴിഞ്ഞാലും ഇതിട്ട് കഴിയോ? ഇത് മൊത്തം കെട്ടി പടഞ്ഞു കിടക്കാൻ എൻ്റെ അമ്മ. മനുഷ്യർ ഭ്രാന്തായ തുടങ്ങി. നിന്റെ ഭ്രാന്ത് ഇനി കൂട്ടണ്ട. എല്ലാവരും വന്നേ, വാ ചായ കുടിച്ചോ. വാ മക്കളെ, ഇനി ചായ കുടിച്ചിട്ടാകാം. ഇതെന്തുട്ടിത്? ക്രിസ്മസ് ആയിട്ട് വട്ടയപ്പം തന്നെയല്ലോ, വേറെ ഒന്നില്ലേ? അല്ലടാ, ഇതിൽ പഴമുണ്ട്. നീ മിണ്ടാണ്ട് നോട്ടാ, നിന്റെ ഒരു പഴം. മക്കളെ, നമ്മള് സത്യക്രിസ്ത്യാനികളുടെ ദേശീയ പലഹാരം ഇത്. ഇതില്ലാണ്ട് ഒരു ക്രിസ്തുമസും ഇല്ല. ആ ചായ കൂട്ടി അങ്ങോട്ട് കഴിച്ചോ. ആനപ്പം വരുന്നുണ്ട്. എന്തിട്ട് മീനാണാവോ? നിനക്ക് ക്രിസ്തുമസ് ഒന്നും ഇല്ലേ? ക്രിസ്മസ് ഒക്കെ അവിടെ നടക്കൂല എടുത്താരെ. എന്റെ മുതല് വിറ്റ് കഴിഞ്ഞില്ലെങ്കിലേ നമ്മുടെ ക്രിസ്മസ് വിളിക്കും. എന്തായാലും നീ ഒരു ഗ്ലാസ് ചായ കുടിക്കും, എന്നിട്ടാകാം കച്ചവടം. അമ്മൂസേ, ഒരു ഗ്ലാസ് ചായ എടുത്തേ. നിന്നോട് മനോ. ഓ, ഇവറ്റകളുടെ ഒരു കാര്യം. 24 മണിക്കൂറും ഈ ഫോണില. ഒരാള് ചത്താ വരെ അവരറിയില്ല. പിള്ളേരല്ലേ, എല്ലാ കുടുംബത്തിലെ സ്ഥിതി ഇങ്ങനൊക്കെ തന്നെയാ. അതെങ്ങനെയാ? ഇപ്പോഴത്തെ പെണ്ണുങ്ങള് പെറ്റപ്പ തന്നെ ക്രാങ്ങളുടെ കയ്യിൽ ഫോണാ കൊടുക്കണേ. പിന്നെ ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും ഈ കുന്ത്രാണ്ട് അങ്ങോട്ട് കൊടുക്കും. ഒന്നുറങ്ങാൻ വരെ ഈ സാധനം വേണം. ഇതൊക്കെ പഠിപ്പിക്കണത് ആരാ? അമ്മമാര് തന്നെ. അപ്പൊ പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട് ചേർത്താരെ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. മോളിക്കുട്ടി ബേബി എത്തി. ജാൻസിയേ, അവരെത്തിട്ടാ. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വരാറില്ലേടി? അടുത്ത ആഴ്ച അവിടുത്തെ പെരുന്നാളല്ലേ? വീട്ടിൽ കുറെ പണികളുണ്ടായിരുന്നു. ചേട്ടാ, എന്തുട്ടാ അവിടെ? അയ്യടാ, പറയുന്ന കേട്ടാ തോന്നും ഇവളാണ് എല്ലാ പണികളും എടുത്തതെന്ന്. കുടുംബത്തിലെ പണികളൊക്കെ എടുത്ത് എന്റെ നെട്ടുപൊട്ടിഞ്ഞു. നിങ്ങൾ എത്തിയോ? ആന്റെ പേട്ടാ, ഇന്ന് മീനൊന്നും വേണ്ട കേട്ടോ. നല്ല പെടക്കിന് മീനുണ്ട് മോളെ, വാങ്ങിച്ചോ? പെടക്കിന് മീനാണെന്ന് പറഞ്ഞ ഒന്നും പെടക്കിന് കാണാനില്ലല്ലോ. ഇവറ്റകള് കുറങ്ങാണ് എൻ്റെ പേട്ട. എനിക്ക് നേരം വെളുത്തൊന്ന് എണ്ണീക്കാൻ ഇവറ്റകള് പെടക്കിനെ കാണാൻ പറ്റുമോ എൻ്റെ പേട്ട? പെടക്കിണ്ടാ കാണണം നിനക്ക്? അയ്യടാ, അപ്പോ സാധനം അവിടെ നിന്ന് കശ്മല്ലൻ. ഇന്ന് മീനൊന്നും വേണ്ട, ആന്റെ പേട്ട പൊക്കോ. മീനൊക്കെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ പോട്ടെ, വെറുതെ ഇവിടെ നിന്ന് നേരം പോയി. നല്ല വാള കടമ്പ് അറക്ക, നല്ല വാള കടമ്പ് അറക്ക. അയ്യടാ, ഇയാളിതെന്തൊട്ടി പറയണത്? വാള കാണുമ്പോ
കയറി നടക്കണത്? കൂട്ടി കയറാൻ. ഹായ് ബലൂൺ. ചാന്തോട്ടെ ചാന്തോട്ടെ, ആരുടേത്? നീ നിന്റെ വീട്ടിൽ പോയി വിളിക്കണ അസത്തുക്കളെ. ബലൂണിന്റെ വായ കിട്ടും പൂളകളെ. ചേട്ടാ എന്താടെ നിങ്ങൾ വന്നീ ചായ കുടിച്ച്? അതാ നല്ലത്. ബലൂൺ എന്റെ പട്ടി വീർപ്പിക്കും. ദേക്കെടുക്കണം. അപ്പൊ അതവിടെ ഇട്ടു. ഓ ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഹായ്, എന്തിനു നീട്ടേ ഈ പഴത്തിന്? കൊതിയാവാ. തിന്നൂല തീറ്റിക്കൂല. നിങ്ങൾ ആ വർത്തപ്പം നിന്നാ മതി. ജാൻസിയേ, ആ നിങ്ങളെപ്പോഴാ വന്ന്? കുറച്ചു നേരായി. മനു ഇതകത്ത് കൊണ്ടെന്ന് വെച്ചാ കൂട്ടുകാരൻ നല്ല ഫോമിലാണല്ലോ. ഇയാൾ ആരെങ്കിലും ഒന്ന് പിടിക്കുവോ? വേണ്ട, എന്നെ പിടിക്കണ്ട. ഞാൻ കേറിക്കൊണ്ട്. അല്ല, എനിക്കറിയാൻ കേറാനായിട്ട്. അറിയാ എന്തൊക്കെ ഈ വിശേഷം? സുഖം തന്നെയല്ലേ? അളിയനാളൊന്ന് തുടുത്തിട്ടുണ്ടല്ലോ. സുഖമൊക്കെ തന്നെയാ. മേല് തൊട്ടുള്ള കളി വേണ്ടട്ടാ. ആണുങ്ങളല്ലേ ചാതി. അളിയനാളൊന്ന് തുടുത്തിട്ടുണ്ടല്ലോ. സുഖമൊക്കെ തന്നെയാ. മേല് തൊട്ടുള്ള കളി വേണ്ടട്ടാ. ആണുങ്ങളല്ലേ ചാതി. അളിയന് സ്പെഷ്യലായിട്ടൊരു സാധനം ഞാൻ കൊണ്ടുവന്നുണ്ട്. അല്ല ചേട്ടാ, ചേട്ടനെ എപ്പോഴെങ്കിലും കുടിക്കാണ്ട് കാണാൻ പറ്റുമോ? അങ്ങനെ പറയരുത്. ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. അല്ലാതെ അരി പഞ്ചസാരം വിട്ടുകിട്ടുന്ന ടാക്സ് കൊണ്ടല്ല. ഞങ്ങളൊക്കെ 6 മാസം കുടിക്കുന്നില്ലാതെ ചെലത്തില്ല. കേരളം പിന്നെ ഗോവിന്ദ. ആരുള്ളത് എല്ലാം നെല്ലിത്തിട്ട് പഠിക്കുന്ന പഴക്കം. നീ താടാ കേറി പോടാ. ബിജുണ്ണ എന്തളിയ? അതെ, എനിക്ക് പടക്കം പഠിക്കാൻ പഠിപ്പിച്ചു തരുമോ? പടക്കം പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം എന്റെ അളിയ. എന്റെ ബാഹുബലിയാണ് എനിക്ക് പഠിപ്പിച്ചുണ്ട്. ഇടത് കൈവിരലുകൾ 3, അതിൽ ചന്ദനത്തിരി. വലത് കൈവിരലുകൾ 2, അതിൽ പടക്കം. എന്നിട്ട് ഇടത്തു നിന്നും വലത്തോട്ട് കത്തിച്ചെറിയുക. എന്തത്? അളിയന് ഞാൻ പടക്കം പഠിപ്പിച്ചതാ. മൂടുപോയി. അതിന് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ബാക്കി നീ പഠിപ്പിച്ചു തന്നാ മതി കേട്ടോ. വീട്ടിൽ വയ്യട്ടാ, ശരിയാക്കി തരാം. നീ ഇത് എവിടേക്കാ പോണേ? കരോള് വരാറായി. മിണ്ടാണ്ടിക്ക്, ഞാൻ പോരാ. ബിജു വാ, നമുക്ക് അവിടെ ഇരിക്കാം. വാ. വേണ്ട വേണ്ട, ചേട്ടനൊന്നും കൊടുക്കണ്ട. ഒന്ന് പോടി, ഇന്ന് ക്രിസ്മസ് ആയിട്ട്. വാളിയ, നീ അവിടെ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് വന്നേ. എന്തായാലും കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ ഞാനും പങ്കുചേരാൻ പോവാ. കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ വേഷം കെട്ട് കാണിച്ച വീട്ടിൽ വയ്യട്ടാ, ശരിയാക്കി തരാം.
ജോസ്. എന്താ സാറേ? നീ കുടിച്ചിട്ടുണ്ടോ? ആ, കുറച്ച് കഴിച്ചിട്ടുണ്ട്. അവൻ ഇത്തിരി കുടിച്ചാലും എന്റെ മോനെ കൊണ്ട് വേറെ ഒരു അലോകില്ല എന്റെ സാറേ. അപ്പോ ജോസ് ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? ഇന്ന് വരെ ഞങ്ങൾക്കായാലും നാട്ടുകാർക്കായാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അല്ല സാറേ, വീട്ടിലിരുന്ന് കുടിക്കുന്നത് തെറ്റാണോ? ആരണ്ടാ? എന്റെ അളിയനാണ് സാറേ. നീ വന്നടാ. നിന്നോട് ചോദിക്കുമ്പോ നീ ഉത്തരം പറയുക. അങ്ങോട്ട് മാറുക. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറില്ല, വല്ലപ്പോഴും വിശേഷ ദിവസങ്ങളിൽ മാത്രം. ജോസേ, ഒരു പ്രശ്നമുണ്ടല്ലോ. കുറച്ചു നേരം മുൻപ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. പുഴയുടെ തീരത്തിരുന്ന് കുറെ കുട്ടികൾ മദ്യപിക്കുന്നു എന്ന്. ഉടനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളെ കണ്ടപാടെ അവരെല്ലാവരും ഓടി. പക്ഷേ ഒരുവൻ കാൽ തെറ്റി പുഴയിൽ വീണു. അത് നിങ്ങളുടെ മകൻ മനുവാണ്. സാറേ, മോനെ മനു, സാറേ എന്റെ മോനെ എന്താ പറ്റിയേ? എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. മോനെ, എന്റെ മോനെ എന്താ പറ്റിയേ? പറയൂ സാറേ, അവൻ എവിടെയാ? മനുവിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ സുരക്ഷിതമായി ഞങ്ങളുടെ പക്കലുണ്ട്. എന്നിട്ട് അവൻ എവിടെയാ സാറേ? പറയാം. അവൻ പറഞ്ഞത് അവന് മദ്യം കിട്ടിയത് അവന്റെ അപ്പന്റെ കയ്യിൽ നിന്നാണ്. ഞാനവന് മദ്യം കൊടുത്തിട്ടില്ല. നീ കൊടുത്തതെന്നല്ല, നീ മാറ്റിവെച്ച മദ്യക്കുപ്പികളിൽ നിന്ന് ഒരു കുപ്പി നീ അറിയാതെ അവൻ കൈവശപ്പെടുത്തി. എന്നിട്ട് കൂട്ടുകാരുമൊത്ത് പുഴയ്ക്കരികിൽ പോയിരുന്ന് മദ്യപിച്ചു. ഇല്ല, അവൻ കഴിക്കില്ല. അവനതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? എങ്ങനെ ധൈര്യം ഉണ്ടാകാതിരിക്കാൻ? ജോസ് ഇവിടെ നിന്ന് മദ്യപിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ ഇരുന്ന് മദ്യപിക്കരുതെന്ന്? അതാണ് മനുവിന്റെ ധൈര്യം. താൻ മദ്യപിക്കുന്നു എന്ന് വീട്ടിലിറങ്ങിയാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യം. നമ്മുടെ സമൂഹത്തിലെ പല വീടുകളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാ. തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും എല്ലാ കൊള്ളരുതായ്മകൾക്കും വീട്ടുകാർ മൗനാനുവാദം കൊടുക്കുന്നു. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ വളരുന്നത്. മക്കൾക്ക് മാതൃകയാകേണ്ടവരാണ് നിങ്ങൾ. ഒരുപക്ഷെ തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും എല്ലാ കൊള്ളരുതായ്മകൾക്കും വീട്ടുകാർ മൗനാനുവാദം കൊടുക്കുന്നു. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ വളരുന്നത്. മക്കൾക്ക് മാതൃകയാകേണ്ടവരാണ് നിങ്ങൾ. ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് മനുവിനെയും കൂട്ടുകാരെയും കണ്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രവണത അവർ തുടരുകയും ഭാവിയിൽ ഇവർ ക്രിമിനൽസ് ആയി തീരുകയും ചെയ്യും. ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് അവർ കുടിച്ചതെന്ന് പറയുന്നു. ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങളാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്. എന്റെ മകനൊരു ആപത്തും വന്നില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം സാറേ. എന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ ഇനി കുടിക്കില്ല. എനിക്ക് വലുത് എന്റെ കുടുംബം. എവിടെ എവിടെ എന്റെ മകൻ? അവനോട് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട. എല്ലാം ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. മനു ആ ജീപ്പിലുണ്ട്. മനു, ഇന്ന് വരൂ. ജോസേ, എല്ലാവരും ഹാപ്പിയല്ലേ? ഈ രാത്രി ഉണ്ണിയേശു പിറക്കേണ്ടത് ഈ പുൽക്കൂട്ടിലല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. ആ രക്ഷകന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം സ്വർഗതുല്യമാകും. ഞങ്ങൾ പോലീസുകാർക്ക് പണിയും കുറയും. എന്നാ പിന്നെ ഞാൻ എൻ്റെ അടുത്ത ഡ്യൂട്ടിക്ക് പോകട്ടെ. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. നക്ഷത്രം കുട്ടിയും
മേടയിൽ